ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റ്സ് പരിചയപ്പെട്ടാലോ. 3 ഓർഡർ ഒരുമിച്ച് വന്നുകൊണ്ടാണ് ഇത്രയും വലിയ പാക്കേജിങ്ങിൽ വന്നത്. ഇതാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇത് വന്നിട്ട് VLCCയുടെ പെഡിക്യൂറിൻ്റെ ഒരു കിറ്റാണ്. അതായത് എല്ലാ ക്രീമ് സ്പ്രേ ഒക്കെ വരുന്നൊരു കിറ്റാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാമേ. പാർലറിൽ പോയിട്ട് പെഡിക്യൂർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള 2 കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, അവർ ചെയ്തു തരുന്ന പോലെ കാല് മസാജ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ നമുക്ക് സെൽഫായിട്ട് ചെയ്യുമ്പം പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യം നെയിൽ പോളിഷ്. അത് ചിലർക്കായിരിക്കും അത് പറ്റില്ലാത്തത് അല്ലേ. എനിക്ക് പൊതുവേ നെയിൽ പോളിഷ് അവരടിച്ച് തരുന്ന പോലെ അത്ര നീറ്റായിട്ട് നെയിൽ പോളിഷ് അടിക്കാൻ അറിയത്തില്ലേ. ഇത് രണ്ടുമാണ് പാർലറിൽ പോയിട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള 2 കാര്യങ്ങൾ. ബാക്കിയെല്ലാം നമുക്ക് വീട്ടിൽ ഈ ക്രീം അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കാലൊക്കെ ചൂടുവെള്ളത്തിൽ മുക്കി വെക്കാനും ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് സെൽഫായിട്ട് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത്. ഇത് അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ. അങ്ങനെ റിവ്യൂ നോക്കിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ, കുറച്ച് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഫുഡ് ക്ലെൻസറാണ് വരുന്നത്. ഇത് സോപ്പ് പോലെയൊക്കെ പതഞ്ഞ് വരുന്നതായിരിക്കും. ഞാനിത് ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് ഒരു ജെൽ ഫോമിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. ഇതാണ് ഇതിനകത്തുള്ള ഒരു പ്രോഡക്റ്റ് വന്നിട്ട്. രണ്ടാമത്തേത് ഇതിങ്ങനെ ഒരു ഫുഡ് സ്പ്രേ ആണ്. എനിക്ക് തോന്നുന്നു ഇത് ലാസ്റ്റ് നമുക്ക് വല്ല സ്പ്രേ ചെയ്യേണ്ടതായിരിക്കുമേ. ഇതിൻ്റെ ഇത് സ്റ്റെപ്പ് 4 ആണ് കൊടുത്തേക്കുന്നത്. അതായത് ലാസ്റ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. ഇത് സ്റ്റെപ്പ് 1 ആണ്. ഫസ്റ്റ് ഇത് യൂസ് ചെയ്യുക. ഇതാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. അതായത് ഫുഡ് സ്ക്രബാണ്. ഈ സ്ക്രബ്ബർ ഇട്ടിട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കാല് മസാജ് ചെയ്യണം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നുള്ളത് ഫുഡ് ക്രീമാണ്. പാർലറിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല. അത് വൈപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫുഡ് ക്രീം തേച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കുറച്ച് സമയം വെക്കുക. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ഈ ഫുഡ് സ്പ്രേ വെച്ചിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഈ പെഡിക്യൂർ കിറ്റിനകത്ത് വരുന്ന പ്രോഡക്റ്റ്സ്. പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രീമും ഇതൊന്നും മാത്രം പോരല്ലോ. നമുക്കിങ്ങനെ ഒരു ടൂൾ കിറ്റ് വെച്ചിട്ടാണല്ലോ ആദ്യമേ പാർലറിലൊക്കെ എല്ലാവരും പണി തുടങ്ങുന്നത്. അങ്ങനെ ഈ ഒരു കിറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറേയധികം സാധനങ്ങളുണ്ട്. ഇതെല്ലാം എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയത്തില്ല. ഇതിന് നമുക്ക് ഉപയോഗിച്ച് വരുമ്പോഴേ ഓരോന്നിൻ്റെ യൂസേജൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇത് പാർലറിൽ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ നെയിലിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട് അതിങ്ങനെ തോണ്ടിയെടുക്കുന്നൊരു സാധനമാണിത്. ഇത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ നെയിലിൻ്റെ അത് എല്ലാ പാർലറിലും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ പെഡിക്യൂർ ചെയ്ത സമയത്ത് അവരിങ്ങനെ ചെയ്തു. അതായത് നെയിലിൽ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഉരയ്ക്കുമ്പോഴത്തേന് ഈ നെയിലിനൊരു നാച്ചുറൽ ഒരു ഗ്ലേസിങ് വരും. അതിന് പുറമെ നെയിൽ പോളിഷ് അടിച്ചാൽ ആ ഗ്ലേസിങ് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതെന്ന്. പിന്നെ ഇത് നമുക്ക് കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള, കാലിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കുറച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള 3 സെയിം കൈൻഡ് ഓഫ് 3 ഇതാണ് കൊടുത്തേക്കുന്നത്. പിന്നെ 3നും ഒരേ യൂസാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് ഇങ്ങനൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിനകത്തൊരു ബ്ലേഡും കൂടെ ഉണ്ട്. ഇതിനിപ്പോൾ എന്തിനാണെന്നുള്ളത് അറിയത്തില്ല. ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു ബ്ലേഡ് വേറെയും കൊടുത്തിട്ടുണ്ട്, വേറെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേറെ വേറെ ബ്ലേഡ് മാറ്റി മാറ്റി ഇടാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ യൂസേജ് എന്തെങ്കിലും എന്താണെന്നുള്ളത് ഞാൻ പാർലറിലൊന്നും ഉപയോഗിച്ച് അങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെയാണ് ഇത് വെക്കേണ്ടത് കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം പറയാമേ. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ മേടിച്ച വേറൊന്നാണ് ഈ മാനിക്യൂർ സെറ്റ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറക്കാനായിട്ട്, ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ തുറക്കാൻ ചെറിയൊരു പാടാണ്. ഇത് ഒത്തിരി പണിയൊന്നുമില്ല. ഇതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തുറന്നു വരുന്നതാണ്. ഇതിങ്ങനെ ഇത് മാനിക്യൂറിൻ്റെ സെറ്റാണ് വരുന്നത്. അതായത് കയ്യിലെ നഖങ്ങളാണല്ലോ നമ്മൾ കുറേയും കൂടി ഷേപ്പിലൊക്കെ വെട്ടുന്നതും അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അഴുക്കൊക്കെ കളയാൻ പറ്റുന്ന സാധനങ്ങളും അതേപോലെ തന്നെ പല രീതിയിലുള്ളതുകൊണ്ട്, ചെറിയ നെയിലും വലിയ നെയിലൊക്കെ ഉള്ളവർക്ക് അങ്ങനെ പല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നെയിൽ കട്ടർ തന്നെ 3 എണ്ണം ഉണ്ട്. എന്തിനാണോ 3 എണ്ണം അറിയില്ല. ഒരുപാട് ടൂൾസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഉപയോഗം ഇനി പഠിച്ചു വന്നിട്ട് വേണം നമുക്ക് മാനിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ പണിയൊന്നുമില്ല. അതായത് കയ്യിലെ നഖ ഷേപ്പ് വരുത്തുക, കുറച്ച് കട്ട് ചെയ്ത് കളയുക, പിന്നെ അതിനകത്ത് അഴുക്കൊക്കെ കളയുക, നെയിൽ പോളിഷ് അടിക്കുക. ഇത്രയാണ് മാനിക്യൂറിനകത്ത് മെയിനായിട്ടും വരുന്നത്.
നമുക്കിത് ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം. ഇതാണ് പിന്നെ ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു വൈൻ്റെ ഫേഷ്യൽ കിറ്റായിരുന്നേ. ഇതും ഞാൻ റിവ്യൂ നോക്കിയതിന് ശേഷം വാങ്ങിച്ചതാണ്. ഒരുപാട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഞാനിങ്ങനെയൊക്കെ ചെയ്യുക, അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിലും വേറെ സൈഡിലൊക്കെ പോയിട്ട് ഇതിൻ്റെ റിവ്യൂ നോക്കുവേ. അങ്ങനെ ഞാൻ purple.com ഇതിൻ്റെ റിവ്യൂ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നോക്കാൻ കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പർപ്പിളിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്, ഇപ്പം നമ്മൾ ഈ വൈൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെയിം വേറെ വേറെ പല ഫ്ലേവേഴ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ അതിൽ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ള റിവ്യൂ തന്നെ അവർ അതിനകത്ത് കൂടുതലും കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് നോക്കാനായിട്ട്. ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ എനിക്ക് അതിനകത്ത് ഒത്തിരി അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു ഷെയ്ഡ് വാങ്ങിച്ചവർ ആ ഷെയ്ഡിനെ കുറിച്ച് തന്നെ കമൻറ്റ് ചെയ്തേക്കും, നമുക്ക് ആ ഷെയ്ഡ് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമാണല്ലോ അങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഞാൻ റിവ്യൂ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല പോസിറ്റീവ് റിവ്യൂ കണ്ട ഒരു പ്രോഡക്റ്റാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു 5 ക്രീം, ഇതിലെല്ലാം അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ മതിയേ. മിക്ക പാർലറിലും പോകുമ്പോൾ അവരും ഇങ്ങനത്തെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൽ എഴുതിയേക്കുന്ന അനുസരിച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത്. ഇതാണ് സ്റ്റെപ്പ് 1 വരുന്ന ഡീപ്പ് ക്ലെൻസറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കളറിലുള്ള ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാണ്. അത് ഇളക്കണമെങ്കിൽ കുറച്ചൊരു ടൈം വേണം. ഇതിനകത്ത് ഒരു ക്ലെൻസർ ഉണ്ട്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് ഇതാണ്, എക്സ്ഫോലിയേറ്റിംഗ് സ്ക്രബാണ് കൊടുത്തേക്കുന്നത്. സ്ക്രബ്ബറാണ്, സ്ക്രബ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അതിനകത്തൊരു ജെല്ലാണ് വരുന്നത്. ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക, അത്രേ ഉള്ളൂ. സ്റ്റെപ്പ് 4 വൈറ്റനിങ് ക്രീമാണ്. സ്റ്റെപ്പ് 5 വരുന്നത് ഫേമിങ് മാസ്ക് പാക്കാണ്, ഫേസ് പാക്കാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു റോയൽ ടച്ച് സെറമാണ് സ്റ്റെപ്പ് 6 വരുന്നത്. ലാസ്റ്റ് സെറം കൂടെ അപ്ലൈ ചെയ്ത ഫേഷ്യൽ നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇത് ഞാൻ യൂസ് ചെയ്തില്ല, യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് പറയാമേ. ഇത്രയാണ് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തത്.